ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന ഇൻട്രോയിൽ ഞാൻ പറയുകയാണ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളൊന്ന് പറയാമെന്ന് വെച്ചാൽ, ഇത് എൻ്റെ സൈക്കിളാണ്. ഇത് ഫസ്റ്റ് ഒരു വൈറ്റ് കളറായിരുന്നു. നമ്മളൊന്ന് റീകവർ ചെയ്തെടുത്താണ്. നമ്മുടെ ഒരു കടി കൊണ്ടെടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല സൈക്കിൾ എന്തെങ്കിലും കിടന്ന സൈക്കിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹാർമൂഡ് ഒരു കടയുണ്ട് നമ്മളെ ബാങ്കിനൊക്കെ ഉള്ള. അവിടെ പോയി കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ അവർ നമ്മൾ പറഞ്ഞ ഡിസൈൻ അവർ ചെയ്തു തരും. വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ വേണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ച് തരും, ഒക്കെ ചെയ്തു തരും. പോലീസ് വാട് പണിയൊക്കെ ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ അനിയ സൈക്കിളാണ്. ഇത് ഹാർമൂഡിന് എടുത്തൊരു സൈക്കിൾ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് എടുത്തൊരു സൈക്കിളാണ് കേട്ടോ. എൻ്റെ സൈക്കിളിൻ്റെ അതേ വിദ്യ തന്നെയാണ്. എന്താ വെച്ചാൽ ബാക്കിൽ ടയറിലിത് കാറ്റുണ്ട്, പക്ഷേ ഫ്രണ്ട് ടയറാണെങ്കിൽ ഉണ്ടോ തീരെ കാറ്റ് ചെയ്യാം. എൻ്റെ അനിയുടെ സൈക്കിളാണെന്നുണ്ടെങ്കിൽ കാറ്റുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടത്തെ ടയറാണെങ്കിൽ തീരെ കാറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് പ്രശ്നം. അതൊക്കെയാണ് നമ്മളിങ്ങനെ ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു സൈഡത്തെ ഒരു ഭാഗം വേണമല്ലോ. അപ്പം നമ്മളൊന്ന് ചെറുതൊക്കെ ഒരു മേക്കവറൊക്കെ ചെയ്തെടുത്ത വെച്ചാൽ ഇവിടെ ഒരു വലിയൊരു ഈ ഒരു മരം കണ്ടിട്ട് ഒരു വലിയൊരു പുളിമരം ഉണ്ടായിട്ടില്ല ഈ ഒടിഞ്ഞതിനുള്ള. അതാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ മുറിച്ചിട്ടിട്ട് വരും. എന്താണ് ഒരു റംബുട്ടാൻ മരം. ഇത് വെച്ചാൽ അന്ന് വെച്ചാൽ എനിക്ക് മരത്തിനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു. എന്താ വെച്ചാൽ റംബുട്ടാൻ സീസൺ റംബുട്ടാൻ വരൂല, ഞാൻ ഇഷ്ടം ഉണ്ടാകുമ്പോൾ വരുള്ളൂ. അതേമാതിരിയാണ് എൻ്റെ ആ റംബുട്ടാൻ മരത്തിന്. ഇപ്പം എന്നിട്ട് ചെയ്യാൻ നിൽക്കുന്നത് പിന്നെ വെള്ളം ചേർക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതൊരു തോല ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അമ്മ അടിക്കൊട്ടിച്ച് ഇങ്ങനെ വെച്ചൊക്കെയാണ്. പിന്നെ ഇതൊരു ഫസ്റ്റത്തെ ഒരു മാങ്ങ മരം, ഇത് രണ്ടാമത്തെ ഒരു മാങ്ങ മരം. പിന്നെ ഇതൊരു പുളിമരമാണ്. പണ്ടൊക്കെ ഞാനത് ചെറുപ്പത്തിൽ ചെറിയതായിരുന്നു. പിന്നെ ഞാൻ വലുതായി വന്നാണ്. പിന്നെ ഞാൻ ബാക്കത്തെ പോർഷന് കേട്ടോ. അപ്പം നമ്മൾ ഇരിക്കുന്നുണ്ട്, കാണുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത് കണ്ടോ. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഇഷ്ടം മരിച്ചിട്ടില്ല. ഇതൊരു മാങ്ങമരം കേട്ടോ. അപ്പം എത്ര മാങ്ങമരമുണ്ട്? 3 മാങ്ങമരം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെടി ഇതെവിടെ ഇവിടുത്തെ കുറേ ചെടി. പിന്നെ ഇത് ഞങ്ങളെ പപ്പാൻ്റെ ബൈക്കാണ്. ഇത് മൂടിച്ചക്കാണ് പൂച്ച അങ്ങനെ ഇരുന്നിട്ട്. നല്ല അടിപൊളി ചെടികൾ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഫ്രണ്ടിൽ റംബുട്ടാൻ ചെടിയുണ്ട്. അതിങ്ങനെ റംബുട്ടാൻ അത്യാവശ്യത്തിനുള്ളൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ 4ാമത്തെ മാങ്ങമരം കണ്ടോ. ഇഷ്ടംമാതിരി മാങ്ങ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഈ മാങ്ങമരം എന്താ വെച്ചാൽ ഞങ്ങൾ നല്ല നോക്കി വളർത്തുന്നു. കാരണം വെച്ചാൽ ഈ മാങ്ങൻ്റെ ഒരു മധുരം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. നല്ല പൂത്ത നല്ല മധുരമാണ്, നല്ല രസമുണ്ടാവും. ഈ മരം വേണ്ട, ഇതൊരു സപ്പോട്ട മരമാണ്. പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ വെച്ചാണ്. അതിൻ്റെ മുന്നേ ഇവിടെ ഒരു വലിയ ഇതുണ്ടായിരുന്നു. വലിയ മരം പറഞ്ഞാൽ വലിയ മരമായിരുന്നു. ആ മരം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിന് തണലൊക്കെ നൽകിയ ഒരു മരമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ മഴ ചെയ്യുമ്പോഴേ വെള്ളം തങ്ങിക്കുക, അത് ഫസ്റ്റത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നല്ല ഒതുക്കലുണ്ടാവും. നല്ല ഒതുക്കലെന്ന് വെച്ചാൽ പണ്ടത്തെ എനിക്ക് ഈ സൈക്കിളല്ല, വേറെ സൈക്കിളുണ്ടായിരുന്നു പണ്ട്. ആ സൈക്കിള് ഞാൻ അതിൽ കൂടെ ഞാൻ തെറ്റുമ്പോൾ തന്നെ ഉണ്ട് വീയാണ്. നിങ്ങൾ നടന്നു പോകാൻ പറ്റില്ല, അത്രയും ഇതായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒതുക്കലുണ്ടാക്കിയതേ അവിടെ ഉണ്ടൊരു അവിടെ ഒരു ഹോള് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് കണ്ടോ, ആ ഹോള് എൻ്റെ റൈഡുകൊണ്ട് ഞാൻ അവിടെ ഇടാൻ പറഞ്ഞതാണ്. അപ്പോൾ പൊട്ടാണ് ഒരാളെ വിളിച്ചിട്ട്. അപ്പോൾ വെള്ളം ഞാൻ തങ്ങിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ വതുക്ക് ഒരു ചച്ചില്ലാതെ പോകണ്ടില്ല. അപ്പോൾ എന്താക്കിയത് വെച്ചാൽ ഞങ്ങൾ ഈ മരം ഇവിടെ മരം നോക്കിയിട്ട് മുറിച്ചിട്ട് ഓഫാക്കിയിട്ടേ ഇങ്ങനെ ആക്കിയിട്ട്. അപ്പം വതുക്കലും പോയി, ഫുള്ളും പോയി. പിന്നെ ഇവിടെ നല്ല തണലുണ്ടായിരുന്നു, തണലൊക്കെ പോയിട്ടാണ്. എന്നിട്ട് ഇവിടെ സപ്പോർട്ട് മരത്തിന് മേലും കൂടെ അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് വെക്കണം. എന്താ 1-2 സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവാൻ നിൽക്കാനറിയാം. അത്രയും മുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങമേന വരൻ്റെ മുന്നിൽ വലിയൊരു മരേനെ. പക്ഷെ വെച്ചാൽ ഈ വീടിന് അത്ര എളുപ്പമുണ്ടാവും. അപ്പോൾ ആ മരത്ത് എന്താ വെച്ചാൽ അതും ഇതേ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ. പക്ഷെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ അതിന് മരം എന്ന് വെച്ചാൽ നല്ല ഉപകാരം തന്നെ. സൺലൈറ്റ് ഞങ്ങളെ വീട്ടിൽ കിടച്ചില്ല. ഇപ്പം എന്താ വെച്ചാൽ രാവിലെ ആയാൽ സൺലൈറ്റ് ഞങ്ങളെ വീട്ടിൽ ഉണ്ടാവും, കണ്ണിനെ കുത്തും. പക്ഷെ ആ മരം ഉണ്ടായിരുന്നു. ഇപ്പം ആ മരം എന്താ കറ്റ വെച്ചാൽ
ആ മരം മുറിച്ചുകൊണ്ട് വിറ്റു. ഈ മരം മുറിച്ചുകൊണ്ട് വിറ്റാണ് പാതി. പാതി ഞങ്ങൾ ഫസ്റ്റ് വെട്ടി നോക്കി. ഞങ്ങൾക്ക് കഴിയണില്ല, കുറേ വെട്ടി. അങ്ങനെ ഞങ്ങൾ കഴിയണൊക്കെ രീതിയിൽ വെട്ടി. പിന്നെ ഞങ്ങൾക്ക് കഴിയണില്ല, അതുകൊണ്ട് പിന്നെ ആൾക്കാരെ വിളിച്ചാണ്. നമ്മളീ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറേ ഇതൊക്കെ ഉള്ളൊരു വീടായിരുന്നു. ഇവിടെ കണ്ടോ ഈ ചെടി ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു. പിന്നെ ഇത് മാറ്റാണ്ട് വേറെ ചെടികളാക്കി, പിന്നെ ഇതന്നെ ആക്കി. ഇവിടെയും സെയിം അവസ്ഥ. പിന്നെ അത് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൊരു ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു വീടിൻ്റെ ഒരു പരിസരങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. നമ്മൾ സിറ്റൗട്ടിന് ഒരു മിനി സിറ്റൗട്ടൊക്കെ, പിന്നെ ഒരു കാർ ഷെഡ്, പിന്നെ അതായത് നമ്മളെ ഗേറ്റിങ്ങിൻ്റെ കയറുമ്പോഴേ ഉണ്ടാവും. ഇതാണ് നമ്മളൊരു വീട്. എക്സാക്റ്റൊക്കെ അങ്ങനത്തെ ഒരു വീട് നമ്മളെ. അടിപൊളി ഫ്ലവേഴ്സ് അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യത്തിലുള്ള സൗകര്യങ്ങളും നമ്മളെ നല്ലൊരു അടിപൊളി വീടാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീട്. എന്താ ഭയങ്കര നല്ല അടിപൊളി വീടാണ്. അപ്പോൾ എന്താ നല്ല അത്യാവശ്യം നല്ല കളിക്കാനുള്ള സ്ഥലവും ഉണ്ട്. അത് ഭയങ്കര വലിയൊരു മിറ്റാണ്. വെച്ചാൽ ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാം, പക്ഷെ നമുക്ക് കളിക്കാൻ അങ്ങനെ ആയിക്കൂല മാമ. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ കളിക്കലുണ്ട് ഫുട്ബോൾ. ക്യാമറ പറ്റി കളിച്ചുമ്പോൾ ഞാൻ എന്താക്കും, ബോൾ നേരെ എവിടെയെങ്കിലും ചെടിമേൽ തട്ടിക്കാണ്ട് ചെടി 2-3 പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ എല്ലാവരും കളിച്ചായിക്കില്ല, ഇടയ്ക്കൊക്കെ കളിച്ചു. അപ്പോൾ ഫുട്ബോൾ കളിച്ച ടൈമിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചിക്കാണ്ട് നേരെ അങ്ങോട്ട് പോയി, ആ ബോൾ അങ്ങോട്ട് പോയി അവിടേക്ക്. പിന്നെ കളിച്ചതിൻ്റെ ബോൾ നേരെ അതിൻ്റെ വില പോയി. പിന്നെ കളിച്ചതിൻ്റെ ബോൾ നേരെ ആ ബോൾ പോയി. അവിടുന്ന് ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളന്ന് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മ വലുതാക്കിയിട്ടുണ്ടില്ലായിരുന്നു. പിന്നെ നനച്ചതിൻ്റെ അന്ന് മേലൊക്കെ ഒന്ന് ക്ലീനാക്കി എന്നാണ് ഞങ്ങൾക്ക് ആ ബോൾ കിട്ടിയത്. പിന്നെ ഇവിടെയൊക്കെ ക്ലീനാക്കിയപ്പോഴാണ് അവിടെ എന്താണ്, പിന്നെ ഇവിടുത്തെ ബോൾ കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് പിന്നെ പണിക്കാരെന്താ വെച്ചാൽ പെയിൻ്റ് അടിച്ചാൽ മതിൻ്റെ ഇതൊക്കെ പെയിൻ്റൊക്കെ അടിച്ചാൽ വന്ന് തന്നെ എന്താക്കി നിലവിന് കയറിയെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2 ബോളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ബോൾ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് വലിയൊരു എക്സൈറ്റില്ല, പക്ഷെ അവിടുത്തും കിട്ടിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് നല്ലൊരു കുഴപ്പമുണ്ട്. ഓക്കെ, ഇത്ര നമ്മളെ വീടിൻ്റെ ഒക്കെ ഒരു ഇതല്ലോ കേട്ടോ. ഇഷ്ടംമാതിരി മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പോൾ വീടൊക്കെ തുടങ്ങിയതാണുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറേ 2-3 കൊല്ലമായിട്ടുള്ളൊരാഗ്രഹമാണ് ഒരു ചാനൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോ വരും. അപ്പോൾ നിങ്ങൾ പറയും ഗിവ് അവേ ചലഞ്ച് കൊടുക്കണോ, അല്ലെങ്കിൽ ലൈഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നമ്മൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ വെച്ചതായിരുന്നു. കണ്ട് ചില പണ്ട് ഞാൻ ഈ 2 ലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരമുണ്ട്. കാരണം വെച്ചാൽ പുറത്ത് ഇവിടെ ഫുള്ള് ലൈറ്റും കിട്ടും. ഈ 2 ലൈറ്റ് ഫീസ് അതിൻ്റെ ശേഷം ഇത് അങ്ങനെ ഫീസ് ആയിക്കണമെന്ന് എനിക്കറിയില്ല, കുഴപ്പമില്ലേനു. ഇവിടെ ആയിരുന്നു പ്രശ്നം. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുടിയിരിക്കണമെന്ന് ഈ കുടിയിരിക്കണമെന്ന് ഇതുണ്ടായിരുന്നു. ഇത് ഒരു മഴ നല്ലൊരു പെരും കാറ്റും ഉണ്ടായിരുന്നു. ഈ സാധനം ഉണ്ടായി ഒടിഞ്ഞ് ഇത് ഫുൾ അടിച്ചു പോയി. ഇതാണെങ്കിൽ ഒടിഞ്ഞിട്ടില്ല, പക്ഷേ കേടൊന്നും ചെയ്തു അടിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ഈ സൊല്യൂഷൻ എനിക്ക് നമ്മൾ എന്താ വെച്ചാൽ ഈ സോളാർ ലൈറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഒന്നായത് പിന്നെ ഇവിടെ 1, 2 ഇവിടെയൊക്കെ പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം നിൽക്കാൻ അത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 ആയിട്ടുണ്ട് ടോട്ടൽ. 4 ഓക്കെ 3 തെറ്റി ഗൈസ്, 3 4 5. അപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നം കുറച്ച് ചെറിയൊരു വെളിച്ചേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ബൈ.